മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. പച്ചക്കറികൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ചുടച്ചെടുത്തിരിക്കുന്നത്. വലിയതാണെങ്കിൽ ഒരെണ്ണം മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് വലിയ ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നീട് ഒരു ക്യാരറ്റാണ്, അതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, അത് എരിവിന് വേണ്ടത് മതി. പിന്നീട് കുറച്ചധികം നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഈ പച്ചക്കറികളും കൂട്ടിയെടുക്കാം. അല്ല, ഇനി കുറച്ചിട്ട് മതിയെങ്കിൽ അത് മതി. പിന്നീട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായി വെള്ളത്തിൽ കലക്കിയെടുത്തതാണിത്. കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കണം, കട്ടിയുടെ ആവശ്യമില്ല. ഇതുപോലെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. പിന്നെ ഞാൻ ഒരു 4 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും തയ്യാറാക്കി വെക്കണം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതൊന്ന് പച്ചച്ചുവ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും മതി. ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി ചേർത്തു. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിയണ്ട. പിന്നീട് ക്യാരറ്റും ചേർത്ത് കൊടുത്തു. രണ്ടും നമ്മൾ ഒരേ ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വാടി കിട്ടണം. കൂടുതൽ ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാറ്റിലേക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്തു. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അതുകൊണ്ട് ആവശ്യമുള്ളത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ഈ കഷ്ണത്തിലേക്കൊക്കെ ഈ ഉള്ളിയിലേക്കൊക്കെ അത് പിടിച്ച് കിട്ടുള്ളൂ. ക്യാരറ്റിലും പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്തതിലേക്ക് നമുക്ക് ആ ഉപ്പ് പാകമായിട്ട് കിട്ടണം. ഇത് മതി, ഇത്രയും മതി. നമുക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് പച്ചച്ചുവ മാറണ വരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കുരുമുളക് പൊടിയാണ് നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ശേഷമാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അത് ചിലവർക്ക് ഗരം മസാലയുടെ പൊടി ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. കാരണം ഇത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം ഇത് തണുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തണുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇഷ്ടമല്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ ഇനി ഒരു ചെറിയൊരു തണ്ട് മാത്രമായിട്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മല്ലിയുടെ ഇല നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അത് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ എനിക്ക് 9 ഉരുളയാണ്
കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഉള്ളിയും ഒക്കെ ചേർത്ത് 9 ഉരുള എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും ബ്രെഡ് പൊടിയുടെയൊക്കെ ആവശ്യം വരുന്നത്. ആദ്യം നമുക്ക് ഈ കലക്കി വെച്ചതൊന്ന് ഊറി വന്നിട്ടുണ്ടാവും ഇതിൻ്റെ അടിയിൽ. അതുകൊണ്ട് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നനവായി കഴിഞ്ഞാലാണല്ലോ ഈ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ശരിക്കും പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കലക്കിയെടുത്തത്. ഇതുപോലെ ഒന്ന് അതിൽ മുക്കിയെടുക്കാം. അതിൻ്റെ ശേഷം ഈ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ ബ്രെഡിൻ്റെ പൊടിയാക്കി എടുക്കണം. എന്നിട്ട് ഞാനൊരു അടപ്പിൽ വെച്ചിട്ടാണ് ഇത് ഷേപ്പ് ചെയ്യണത്. കയ്യിൽ വെച്ചാൽ നമുക്ക് അത്ര തന്നെ ഷേപ്പായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ അടപ്പിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കവർ ചെയ്യണം ഈ പൊടിയിൽ. എന്നാലാണ് ഈ കട്ട്ലറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് എടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഏത് പാത്രം ഇതുപോലത്തെ അടപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. വലുത് വേണമെങ്കിലും ആവാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു വലുപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാതും ബ്രെഡിൻ്റെ പൊടിയിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കണത്. സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് എണ്ണ ഇതുപോലെ പുകഞ്ഞു വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. എന്നാലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് മൂത്ത് കിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് എണ്ണ കുറച്ചാണ് ഈ കട്ട്ലറ്റ് കുടിക്കുള്ളൂ. എണ്ണ തണുത്തു പോയാൽ കൂടുതൽ എണ്ണ വലിച്ചെടുത്തിട്ട് നമുക്കത് കഴിക്കാൻ പറ്റാത്ത മാതിരിയാവും. ഇട്ട് കൊടുത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് തീ കുറച്ച് വയ്ക്കാം. എന്നാലും ഇത് നല്ല തീയിൽ തന്നെ ചൂടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതുപോലെ തന്നെ കോരി എടുക്കുമ്പോഴും തീ കൂട്ടി വയ്ക്കണം. ഒരു സൈഡ് മൂത്ത അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മറ്റേ സൈഡും ഇതുപോലെ കളറ് ചേഞ്ചായി വരുന്ന ഉടനെ തന്നെ നമുക്കത് വാങ്ങിയെടുക്കാം. കാരണം ഉള്ളിൽ വെച്ചതൊക്കെ നന്നായിട്ട് വെന്ത ശേഷമാണ് നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 5 എണ്ണമാണ് ഞാൻ ആദ്യം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത്. അത്ര എണ്ണ കുറച്ചധികം തന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ വേണം. എണ്ണയൊന്നും ഒട്ടും അധികമായിട്ടില്ല. ഇനി ബാക്കി വന്നിട്ടുള്ള 4 എണ്ണം കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 9 എണ്ണവും ഞാൻ വറുത്ത് കോരിയെടുത്തു. ഇത്ര പണിയുള്ളൂ നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണിത്. സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. സോസ് അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. സോസ് കൂട്ടി കഴിക്കാനാണ് ഇത് നല്ലത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കാണണം എല്ലാവരും. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.